തെരഞ്ഞെടുപ്പ് കാലമാണ്. ആരോപണ പ്രത്യാരോപണങ്ങളും വിദ്വേഷ പ്രചാരണവും ഒക്കെ തുടരുന്ന സമയത്താണ് ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം കൊണ്ടാടുന്നത്. എങ്ങനെയാണ് അദ്ദേഹം ഉയർത്തിയ ആശയങ്ങൾ? ആശയങ്ങളൊന്നും ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത്. ഞാൻ ആ സ്ഥലത്ത് അവിടെ നിന്ന് അവിടെ നിന്ന് ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ ഓർമ്മിക്കുകയായിരുന്നു. അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ശ്രീപെരുമ്പത്തൂരിൽ ഇന്നലെ വൈകുന്നേരം പോയി. തലേന്നാൾ കണ്ണൂരിലായിരുന്നു പരിപാടി. കണ്ണൂരിലെ പ്രോഗ്രാം കഴിഞ്ഞ് അവിടെ ഒരു സൈഡിൽ വന്നൊരു പ്രായമുള്ള അമ്മ കരയുന്നത് കണ്ട് ഞാൻ ചോദിച്ചു. അപ്പോൾ രക്തസാക്ഷിയുടെ ഒരു അമ്മയാണ്. ഞാൻ അവരെ പിടിച്ച് കൈപിടിച്ച് സ്റ്റേജിൽ കയറ്റി ഞാൻ രാജീവ് ഗാന്ധിയെ കൊണ്ടുപോയി കാണിച്ചു. അദ്ദേഹത്തിന് മുമ്പിൽ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തു. അദ്ദേഹം കുറേ ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞ് എന്നോട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്താൽ അവസാനം ചോദിച്ചു എന്നോട് ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇപ്പം മകൻ കൊല്ലപ്പെട്ടു, പോയി, നഷ്ടപ്പെട്ടു, ഇനിയൊന്നും അതിൽ ചെയ്യാനില്ല. പക്ഷെ അവർ ചെറിയൊരു കൊച്ചു വീട് കെട്ടുന്നുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ കൈൻഡ്ലി ഹെൽപ്പ് അസ് എന്ന് പറഞ്ഞ് അദ്ദേഹം അപ്പം തന്നെ സെക്രട്ടറിയോട് നോട്ട് ഇട്ടു. അത് അദ്ദേഹം ഇറങ്ങിപ്പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ചത് ഞാനാണ് ഇപ്പോഴും ഓർക്കുന്നത്. ഞാൻ മൂന്നാമത്തെ സ്റ്റെപ്പ് വന്നപ്പം കാലൊന്ന് സ്ലിപ്പായി. ഞാൻ സ്ട്രോങ്ങായി കൈ പിടിച്ച് ബാക്കിലോട്ട്. അങ്ങനെ അവിടെ നിന്ന് അദ്ദേഹം ശ്രീപെരുമ്പത്തൂരിൽ പോയി. രണ്ടാമത്തെ ദിവസമാണ് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഈ അത്യാഹിതം ഞങ്ങൾ അറിയുന്നത്. കരഞ്ഞ ദിവസമാണ്. ഞാൻ ഒരാൾ മരിച്ചിട്ടും ഞാൻ അവിടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ടില്ല. അന്ന് കരഞ്ഞ ദിവസം. അതെല്ലാം കഴിഞ്ഞിട്ട് 8 മാസം എന്നാണ് എൻ്റെ ഓർമ്മ. 8 മാസം കഴിഞ്ഞിട്ട് KPCCയിൽ എൻ്റെ ജില്ലാ DCC ഓഫീസിൽ AICCയിൽ നിന്ന് 15 ലക്ഷം രൂപ വന്നു. ആ വീടെടുത്ത് കൊടുക്കാനുള്ള കാശ് ഒരു നേതാവും ഓർമ്മിക്കാത്ത, ഒരു നേതാവും ചെയ്യാത്ത ഈ വിശാലമായ മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടാകണമെങ്കിൽ ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ നാടിൻ്റെ വികസനം നമ്മളിന്ന് ആഘോഷിക്കുന്ന ഈ പറയുന്ന എല്ലാ ആധുനിക സൗകര്യങ്ങൾ മുഴുവൻ ഇന്ത്യ രാജ്യത്തുണ്ടാക്കിയത് രാജീവ്ജിയുടെ സ്വപ്നത്തിൻ്റെ ഭാഗമാണ് എന്ന് നാം ഓർക്കണം. ഈ നാട് കടപ്പെട്ടത് ഏറ്റവും കൂടുതൽ രാജീവ്ജിയോടാണ്. അതാണ് എൻ്റെയൊക്കെ കൺസെപ്റ്റ്. അതുകൊണ്ട് നമ്മളൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാൻ സാധിക്കാത്ത ഒരു നേതാവായി, ഒരു നേതൃത്വമായി, ഒരു ഇന്ത്യയെ നയിക്കുന്ന ഒരു നേതാവായി ഞങ്ങളൊക്കെ മനസ്സിൻ്റെ അകത്ത് സാങ്കല്പത്തിലെങ്കിലും നമ്മൾക്ക് ഓർമ്മിക്കാൻ സാധിക്കുന്നത് രാജീവ് ഗാന്ധിയെയാണ്.